Hi friends, welcome back. iQOO 7 എന്ന പുതിയ ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഫോണിന്റെ മേജറായ ഹൈലൈറ്റ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ പറയാം, എന്നിട്ട് നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. കാര്യം വേറൊന്നുമല്ല, ഇത് ഡുവൽ ചിപ്പ് മോൺസ്റ്റർ എന്നാണ് അവർ പറയുന്നത്. നോർമൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന ഹൈ എൻഡ് പ്രൊസസർ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഗതിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു SDR മോഡലുള്ള ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെയും അതിനെ HDR ലെവലിലേക്ക് മാറ്റി ക്വാളിറ്റി കാണിക്കാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് SDR ഗെയിമുകൾ വരെ HDR ലെവലിൽ ആസ്വദിക്കാൻ കഴിയും. നോർമൽ 60 ഹെർട്സിന്റെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ, നമ്മൾ നോർമൽ 60 ഹെർട്സിന്റെ ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ, ഇതിന്റെ ഈ ഒരു പ്രൊസസർ അല്ലെങ്കിൽ ഈ ഒരു ചിപ്പ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രെയിം ഇന്റർപൊളേഷൻ MEMC എന്ന ടെക്നോളജി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്രെയിം ഇന്റർപൊളേഷനിലൂടെ ഈ ഒരു ഗെയിമിന്റെ 60 ഹെർട്സിനെ 120 ഹെർട്സ് 120 ഹെർട്സിലേക്ക് കൂട്ടിക്കാണിക്കും. അങ്ങനെ നമുക്ക് ഇല്ലാത്ത ആ ഗെയിമിന് നമുക്ക് നാച്ചുറലി ഇല്ലാത്ത ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. സോ കളറുകളും കാര്യങ്ങളൊക്കെ SDRനെ HDRൽ കാണിക്കുന്നു, കൂടിയ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റഡ് ആയ കാര്യം. എന്തായാലും നമുക്ക് നോക്കാം, വിശദമായിട്ട് തന്നെ നോക്കാം, അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം. നേരെ വീഡിയോ. അപ്പൊ ഇതാണ് നമ്മുടെ iQOOന്റെ ബോക്സ്. ഈ ബോക്സിനകത്ത് iQOO 7 ഇത്രയും എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതി കാണുന്നില്ല. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ iQOO മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. 12 GB റാം 256 GB സ്റ്റോറേജ്, കൂടിയ വേരിയന്റ്, ടോപ്പ് വേരിയന്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതേപോലെ തന്നെ സാർ വാല്യൂ 0.97 ഹെഡ് സാർ വാല്യൂ, 0.76 ബോഡി സാർ വാല്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ 5G നെറ്റ്വർക്ക് N78 ആണ് വരുന്നത്. സോ ഇനി നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം മോൺസ്റ്റർ ഇൻസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ചെറിയ ബോക്സ്, 7 ലോഗോ അടക്കമാണ് വരുന്നത്. ബോക്സ് നമുക്ക് നോക്കാം, ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫോണാണ് അടുത്തായിട്ട് കാണുന്നത്. ഫോണിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ബോക്സ് ജസ്റ്റ് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തെ ഒരു കേസ് കാണാം. നല്ല ഫ്ലെക്സിബിൾ ആയ ഒരു ട്രാൻസ്പെറന്റ് കേസ് തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് കൂടിയാണെന്ന് തോന്നുന്നു. കേസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ചാർജിങ് കേബിൾ, ടൈപ്പ് C കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചാർജർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്, 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കാം. ഫോണിന്റെ കവറൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാം iQOO 7 റിയർ സൈഡിൽ 48 MP ക്യാമറ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ യൂഷ്വലി ബ്ലാക്ക് ആണ് എടുത്ത് കാണിക്കാറ്, പക്ഷെ ഇത്തവണ നമുക്ക് വൈറ്റ് വേരിയന്റ് ആണ്, വൈറ്റ് അല്ല ബ്ലൂയിഷ് ഷെയ്ഡ് അല്ലെ, ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്, ലൈറ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത്. സംഗതി എന്തായാലും നല്ല അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ വരുന്നുണ്ട്. ഒരു നല്ല ഗുഡ് ക്വാളിറ്റി. എന്തായാലും വെയിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. കമ്പനി പറയുന്നത് 196 ഗ്രാം എന്നാണ്. 196 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ഹെവി വെയിറ്റ് എന്നൊന്നും പറയാനില്ല, പക്ഷെ കയ്യിൽ അത്രയും പോലും ഫീൽ ചെയ്യുന്നില്ല. വളരെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇൻ ഹാൻഡ് ഫീൽ വളരെ നന്നായിട്ടുണ്ടെന്ന് സാരം. താഴത്തെ സൈഡിൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, അതേപോലെ തന്നെ സിം ട്രേയിൽ ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടണും വോളിയം കീയും കാണാം. ടോപ്പ് സൈഡിൽ നമുക്കൊരു കട്ടിങ്ങോട് കൂടിയ ഒരു ഏരിയ ആണ് കാണുന്നത്. നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. റിയർ സൈഡിൽ 48 MP ക്യാമറ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. 13 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും ആ സെയിം ക്യാമറ തന്നെയാണ് മാക്രോ സെൻസർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ മോണോ സെൻസറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഫ്രണ്ടിൽ പഞ്ച് ഹോളിനകത്ത് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ ഓവറോൾ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഓവർവ്യൂ. ഗ്ലാസ് പ്രൊട്ടക്ഷൻ നോക്കിയാൽ സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫോൺ ഓൺ ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫൺ ടച്ച് OS 11.1 ആണിത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ഒക്കെ ഒരു ലുക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, ആ ഒരു കൺട്രോൾ സെന്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. അതേപോലെ ആപ്പ് ഡ്രോ എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു മോഡലിലുള്ള ഒരു സംഗതി തന്നെയാണ് വരുന്നത്. സോ എനിക്ക് യൂസർ എക്സ്പീരിയൻസിൽ വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല, വളരെ സ്മൂത്ത് ആണ്. കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്, നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്, പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും. ഇനി ഇതിന്റെ എബൌട്ട് സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമുക്ക് എബൌട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ iQOO 7 എന്ന ബ്രാൻഡിങ് 3.2 GHz വർക്ക് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രൊസസർ ഉണ്ട്. 12 GB റാം പ്ലസ് 3 GB റാം. കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, എന്താണ് ഈ എക്സ്റ്റൻഡ് റാം? 12 GB റാം പ്ലസ് 3 GB റാം, എന്താണ് ഈ പ്ലസ് 3? അതായത് നോർമലി 12 GB റാമിന്റെ ഫോണാണ് ഇത്, ടോപ്പ് വേരിയന്റ് ആണ്. ഇനിയിപ്പോൾ 8 GB റാമിന്റെ ഫോൺ ആണെങ്കിൽ അത് 8 GB റാം ആണെന്ന് നമുക്കറിയാം. അപ്പൊ എത്ര റാമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്?
അത് കൂടാതെ ഇതിന്റെ സ്റ്റോറേജ് iQOO 7 കാര്യത്തിൽ UFS 3.1 സ്റ്റോറേജ് ആണ്. ആ ഒരു സ്റ്റോറേജിൽ നിന്ന് ഒരു 3GB കൂടി എടുത്ത് റാം പോലെ ആക്കി ഉപയോഗിക്കാൻ ഈ ഫോണിന് കഴിയും. അതായത് 12GB പ്ലസ് സ്റ്റോറേജ് നിൽക്കുന്ന 3GB അതും റാം ആക്കി മാറ്റാൻ കഴിയുന്നതുകൊണ്ട് തന്നെ 12GB റാം ഫോൺ എന്ന് പറയുന്നത് 15GB റാം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ 15GB റാം പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോണിന് സാധിക്കും. സോ അതാണ് ഈ എക്സ്റ്റെൻഡഡ് റാം എന്ന് പറയുന്ന ടെക്നോളജി. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ശരത് മോഹൻ എന്നാണ് തോന്നുന്ന സുഹൃത്തിന്റെ പേര്, അദ്ദേഹം ചോദിച്ചിരുന്നത് എന്താണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ 12GB റാമിന്റെ ഫോണാണ്. പക്ഷെ ആവശ്യമുള്ള ഘട്ടത്തിൽ വേണമെങ്കിൽ 15GB റാം വെച്ചുകൊണ്ട് ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് വെർഷൻ നിങ്ങൾക്ക് കാണാം, ആൻഡ്രോയിഡ് 11 ആണ്. സ്റ്റോറേജ് 256GB ആണ്. സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ OS വെർഷൻ ഫൺ ടച്ച് OS 11.1 ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ March 1 കാര്യങ്ങൾ. സോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ എബൌട്ട് സെക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ ഓവറോൾ ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയ കാര്യം എന്ന് പറയുന്നത് ഗെയിമിങ്ങിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് ലെവൽ അതൊരു വേറെ ലെവൽ സെറ്റപ്പാണ്. കാരണം ഇത് ഒരു സിംഗിൾ സ്നാപ്ഡ്രാഗൺ 870 വരുന്നത്, അതിന്റെ ഒപ്പം തന്നെ ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം ഇതിൽ കളിക്കുകയാണ്. ഈ ഗെയിം കളിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇത് 60 ഹെർട്സ് ആണ് മാക്സിമം എങ്കിൽ പോലും അതിനെ 120 ഹെർട്സ് ആയി ഫ്രെയിം ഇന്റർപോളേഷൻ MEMC ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഗെയിമിനെ ബൂസ്റ്റ് ചെയ്ത് കുറെ കൂടി കൂടിയ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും. നോർമലി ഇത് 60 FPS ഗെയിം ആണെങ്കിലും അതിന് 120 FPS ആയിട്ട് നമുക്ക് കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ഇതിനകത്ത് കളിക്കാൻ സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ SDR ഗെയിമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ SDR ഗെയിം തന്നെ HDR ലെവലിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. സോ ഗെയിം പ്ലേ പക്ക സ്മൂത്ത് ആണ്. അതിന്റെ ഒപ്പം തന്നെ വിഷ്വലിയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കിയിട്ട് ഒരു HDR ലെവലിലുള്ള ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും, SDR ഗെയിമുകളെ വരെ. സോ ഓവറോൾ ഇതിന്റെ ഗെയിമിംഗ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രൂവ്ഡ് ആണ്. 4D വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഒക്കെ കിടിലൻ സെറ്റപ്പാണ്. ഒരു തരത്തിലുള്ള പരാതിയും അവിടെ ഒന്നും പറയാനില്ല. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്തരം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ അല്ലെങ്കിൽ ഇങ്ങനെ XDR അല്ലെങ്കിൽ മാക്സിമം സെറ്റപ്പിൽ ഗെയിം കളിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ PUBG ടെസ്റ്റ് ചെയ്തിരുന്നു. PUBG നിങ്ങൾക്ക് ഏത് ലെവലിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇതിൽ നമുക്ക് HDR-ൽ തന്നെ എക്സ്ട്രീം കളിക്കാൻ സാധിക്കും. HDR-ലൊക്കെ എക്സ്ട്രീം ഇട്ട് കളിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഡിവൈസ് ഒക്കെ ഹീറ്റ് ആവും. ഉറപ്പായിട്ടും ഹീറ്റ് ആവും. പക്ഷെ ഈ ഒരു ഫോണിൽ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയും മാക്സിമം സെറ്റിംഗ്സിൽ ഇട്ട് കളിച്ചു, PUBG-യും HDR എക്സ്ട്രീം ഇട്ട് കളിച്ചു. ഒരു തരത്തിലും ഓവർ ഹീറ്റിംഗ് ഇല്ല. 39 ഡിഗ്രി ആണ് എനിക്ക് തോന്നുന്നത് മാക്സിമം എന്ന് പറയും. ഈ ഹീറ്റിംഗ് വരാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് 6000 mm ലിക്വിഡ് കൂളിംഗ് ഷീറ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഉള്ളതിൽ വലിയ ഒരു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹീറ്റ് ഇത്രയധികം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിന് സാധിക്കുന്നത്. സോ ഒരു തരത്തിലുള്ള ഓവർ ഹീറ്റിംഗും എനിക്ക് ഈ ഒരു ഫോണിൽ ഞാൻ ഗെയിം കളിച്ചിട്ട് വന്നില്ല. കോൾ ഓഫ് ഡ്യൂട്ടിയും PUBG ഞാൻ കളിച്ചു. ഈ പറയുന്ന മാക്സിമം ലെവലിലാണ് കളിച്ചത്. അവിടെയും യാതൊരു ഇഷ്യൂസും ഇല്ല. പെർഫോമൻസിൽ യാതൊരു ലാഗും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഒരു ലാഗും ഇല്ലാത്ത ഗംഭീര എക്സ്പീരിയൻസ്, കൂടെ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നില്ല. ഇത് കൂടാതെ തന്നെ ഡിസ്പ്ലേയിൽ ഡീഫോൾട്ട് ആയിട്ട് 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 300 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് ആണെങ്കിൽ 1000 വരുന്നുണ്ട്. സോ 1000 ഹെർട്സ് വരുന്നുണ്ട്. സോ ഓവറോൾ ഇതിന്റെ ഡിസ്പ്ലേ തന്നെ മാക്സിമം സെറ്റപ്പിലാണ് കിടക്കുന്നത്. അടിപൊളി സ്മൂത്ത് ആണ്. അത് കൂടാതെയാണ് നമ്മൾ ഈ പറഞ്ഞ അഡീഷണൽ ആയിട്ട് ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പിന്റെ സപ്പോർട്ട് കൂടി വരുന്നത്. സോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു അമേസിംഗ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. എന്തായാലും iQOO ഫോൺ നമ്മുടെ കയ്യിൽ എത്തിയിട്ട് അതിന്റെ പെർഫോമൻസ് ലെവൽ നോക്കുമ്പോൾ പക്കയാണ്. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാപിക്സലിന്റെ ഈ ക്യാമറ എന്ന് പറയുന്നത് സോണി IMX 598 തന്നെയാണ്. അതായത് വിവോ X60 നമ്മൾ കണ്ട സെയിം സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഒരു നല്ല റിസൾട്ട് നമുക്ക് ക്യാമറയിൽ പ്രതീക്ഷിക്കാം. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അഗ്രസീവായിട്ട് എല്ലാ ക്യാമറ സാമ്പിളും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ ചെക്ക് ചെയ്തിട്ട് ഒരു ക്യാമറ റിവ്യൂ നമ്മളിവിടെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും മെയിൻ ക്യാമറയുടെ സാമ്പിളുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ സാമ്പിൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ക്വാളിറ്റിയാണ്, മൈക്കിന്റെ ആ ഒരു ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം. ഒരു മോർണിംഗ് ടൈമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോർണിംഗ് ടൈം തന്നെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ലെവലും കാര്യങ്ങളൊക്കെ, കാക്കയുടെ സൗണ്ടൊക്കെ കേൾക്കാം. എന്തായാലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ, അതേപോലെ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതെല്ലാം നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യാൻ മനസ്സിലാക്കുക, കണ്ട് തന്നെ മനസ്സിലാക്കുക. ഹായ്, അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. മൈക്കിൻ്റെ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം. എന്തായാലും എനിക്ക് ഇത് രാവിലെയാണ് കേട്ടോ, ഒരു 9 മണി ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ക്ലൗഡി സിറ്റുവേഷനാണ്, എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റെബിലൈസേഷൻ ഈ കാണുന്ന തരത്തിലുള്ളൊരു സ്റ്റെബിലൈസേഷൻ ലെവലും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് സെൽഫി ക്യാമറയുടെ ഇമേജുകളൊന്ന് കാണാം. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു ഇമേജ് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. ഡേലൈറ്റിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി, ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും പറയാനില്ല, അടിപൊളി ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന തരത്തിലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള കാര്യം
പ്രൈസ് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിനകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോ സ്പോർട്സ് മോഡ് പോലുള്ള സംഗതികൾ എടുത്തു പറയേണ്ടതാണ്. അതായത് ഫാസ്റ്റ് മൂവിംഗ് ഒബ്ജക്റ്റിനെ വരെ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന പ്രോ സ്പോർട്സ് മോഡ് പോലുള്ള കാര്യങ്ങളുണ്ട്. പിക്സൽ ഷിഫ്റ്റ് അൾട്രാ HD ഇമേജിംഗ് പോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട്. വീഡിയോ പ്രോ മോഡ്, വീഡിയോയിൽ പ്രോ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ആ രീതിയിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ISO ഷട്ടർ സ്പീഡ് എല്ലാം സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും ഈ ഒരു ഫോൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നൈറ്റ് വിഷൻ, നൈറ്റ് മോഡ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഈ നോർമൽ ഇമേജുകൾ നൈറ്റ് മോഡ് ഇമേജുകളല്ല, നോർമൽ ഇമേജുകളാണ്. ബട്ട് നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നൈറ്റ് മോഡ് എന്ന രീതിയിൽ നമ്മൾ ഒരു നൈറ്റ് മോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ലോ ലൈറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നോർമലി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റി കിട്ടും. സത്യത്തിൽ ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്റെ ഫേസ് ശരിക്കും ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നില്ലെന്നാണ് വൈഫ് പറഞ്ഞത്. പക്ഷെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ഈ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചു. നൈറ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ലോ ലൈറ്റിലെ പെർഫോമൻസ് എന്തായാലും ഇംപ്രസീവ് ആണ് ഇതിന്റെ ക്യാമറ. ഒരു തരത്തിലുള്ള പരാതി എനിക്ക് പറയാനില്ല. സെൽഫി ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇമേജുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഇതിന്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്തായാലും ഇംപ്രസീവ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഇമേജ് ക്വാളിറ്റി നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി. നിങ്ങൾ കുറേയധികം സാമ്പിളുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ലോ ലൈറ്റിലെ വീഡിയോ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാം. ഹായ്, അപ്പൊ നമ്മുടെ iQOO 7ന്റെ ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒറ്റ ലൈറ്റ് സിറ്റ് ഔട്ടിലെ ഒരൊറ്റ ചെറിയ ലൈറ്റിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് സഫീഷ്യൻ്റായ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ നമുക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റി ആണ് കിട്ടുന്നത്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇതിന്റെ മൈക്കിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ഈ കാണുന്നത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? സിറ്റ് ഔട്ടിലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റ് ഔട്ടിലെ ഒരൊറ്റ ലൈറ്റ്, ആ ലൈറ്റിന്റെ സപ്പോർട്ടിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പോൾ ലൈറ്റിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അകലത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്തേക്ക് പോകുമ്പോഴുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ഓവറോൾ ലൈറ്റ് ഓഫ് ചെയ്തു പറയാണ്ട് കോഫി ആവും. ഓക്കെ, അപ്പോൾ ലൈറ്റ് വളരെ കുറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക, ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുക. ലൈറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നത്. സഫീഷ്യൻ്റായ ഒരു സിംഗിൾ ലൈറ്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എനിക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ലോണം ലൈറ്റ് ഏരിയയിലുള്ള പോലെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി കാണുന്നത്. എന്തായാലും ഞാൻ ഇംപ്രസ്ഡ് ആണ്. നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയാതെ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ലോ ലൈറ്റ് പെർഫോമൻസ്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4400 mAh ബാറ്ററിയാണ്. അതിന്റെ ഒപ്പം തന്നെ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ഒരു മാക്സിമം സെറ്റപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഈ ഫോൺ ഒരു അടിപൊളി ഓപ്ഷനാണ്. ഇതിന്റെ പ്രൈസ് കൂടി ഞാൻ പറയാം, അപ്പോഴാണ് ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 8GB റാം 128GB സ്റ്റോറേജിന് 31,990 ആണ്. അതേപോലെ തന്നെ 8GB റാം 256GB സ്റ്റോറേജിന് 33,990 ആണ്. എന്റെ കയ്യിലിരിക്കുന്നത് 12GB 256GB വേരിയന്റ് ആണ്. ഇതിന് വരുന്നത് 35,990 ആണ്. പിന്നെ ഈ പ്രൈസിന്റെ ഒപ്പം നല്ലൊരു ഓഫറും കൂടി അവർ മുമ്പോട്ട് വെക്കേണ്ടത്. ICICI ബാങ്കിന്റെ കാർഡും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ വരെ ലെജൻഡ് അടക്കമുള്ള ഫോണുകൾ കൂട്ടി ചേർത്ത് നോക്കിയാൽ 3000 രൂപ വരെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. iQOO 7 ലെജൻഡിന്റെ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് 34,990 എന്ന പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത് പ്രീ ഓർഡർ ഒക്കെ ചെയ്യുന്നവർക്ക്. അതേപോലെ തന്നെ iQOO 7 ആണെങ്കിൽ 27,990 നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുമെന്നുള്ളതാണ് ഒരു ഓഫറായിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് iQOO 7ന്റെയും 7 ലെജൻഡിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. iQOO 7 ലെജൻഡിന്റെ വീഡിയോ അല്ല, ഇത് 7ന്റെ കാര്യമാണ്. എങ്കിലും 7 ലെജൻഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാം. സോ അത്രയുമാണ് iQOO 7ന്റെ ഒരു വീഡിയോ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഫോൺ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓവറോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.